പുരുഷന്മാരല്ലോ പ്രത്യേകിച്ച് ഇതൊരു സംശയമായിട്ട് വളരും. കാരണം അവൾ എനിക്ക് വേണ്ടി കതവ് തുറന്നു തന്നല്ലോ, അല്ലെങ്കിൽ അവൾ വിവാഹത്തിന് മുമ്പ് എന്നെ അവളുമായി ഒരു ശാരീരിക ബന്ധത്തിന് സമ്മതിച്ചല്ലോ, അപ്പോൾ ഇവൾ പോക്ക് കേസാണോ, അല്ലെങ്കിൽ ഇവൾക്ക് മറ്റു പുരുഷന്മാരായിട്ട് ബന്ധമുണ്ടോ? കാരണം പല കേസുകൾ അങ്ങനെയൊക്കെ കാണുന്നു, പല വീഡിയോകൾ കാണുന്നു. അപ്പോൾ ഇവരുടെ മനസ്സിൽ ഇത് അവരുടെ ജീവിതവുമായിട്ട് ഇവർ കമ്പയർ ചെയ്യാൻ ശ്രമിക്കും പലപ്പോഴും. ഈ പുരുഷനോടുള്ള ഈ വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് ഈ സ്ത്രീകൾ തൻ്റെ അപ്പനെയും അമ്മയും പോലും എതിർത്തിട്ട്, അല്ലെങ്കിൽ അവരോട് ഒരു തെറ്റ് ചെയ്തിട്ട് പോലും ഇയാളുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് ഇത് ചെയ്യുന്നതെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ വിവാഹം കഴിച്ചവരോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചവരൊക്കെ സംഭവിച്ചു. ഇനി വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന ആൾക്കാരോട് പ്രത്യേകം പറയാണ്, നിങ്ങൾ കഴിവതും ഇങ്ങനൊരു റിലേഷനിലേക്ക് പോകരുത്. കാരണം എല്ലാ ആൾക്കാരുടെയും മനസ്സ് ചിലപ്പം ഓക്കെ എൻ്റെ ഈ പെൺകുട്ടി എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരല്ല, എന്നോടുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്ത എല്ലാ പുരുഷന്മാർക്കും ഉണ്ടാവണമെന്നില്ല. ഇന്ന് ഒരുപാട് മാനസിക രോഗികളുണ്ട്, നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. ഒരു തരത്തിലല്ല വേറൊരു തരത്തിൽ സ്വന്തം ഭാര്യ അല്ല സ്വന്തം കുഞ്ഞുങ്ങളല്ല സ്വന്തം അപ്പനെയും അമ്മയും വിശ്വസിക്കാത്ത പല ആൾക്കാരുമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, സ്വന്തം അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടാത്ത മകളുണ്ട്. അവൾക്ക് പേടിയാണ് കൂടോത്രം പോലും ചെയ്തിട്ടുണ്ടോ എന്ന്. കാരണം അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിലേക്ക്, അത് നല്ല പഠിത്തമുള്ള വ്യക്തികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചില പഠിത്തമില്ലാത്ത വ്യക്തികൾക്ക് എന്ത് സംഭവിക്കുന്നുള്ളതല്ല, പഠിത്തമുള്ള വ്യക്തികളാണ്. അവർ ചിന്തിക്കുന്നില്ല, അവർ വേറെ ഇത്രയും പഠിത്തം ഉണ്ടായിട്ടും അവരതിനെ വേറെ രീതിയിലാണ് കാണുന്നത്. ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഈ ജീവിത പങ്കാളി വരുന്നെങ്കിൽ നല്ല കാര്യം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം ചില ആൾക്കാരിൽ, പ്രത്യേകിച്ച് പുരുഷന്മാരിൽ എടുത്തു പറയേണ്ടത്, ഒരു മാനസികമായ ഒരു സംശയത്തിന് ഇടവരുത്തും. നിങ്ങളിനി എത്ര പെർഫെക്റ്റായിട്ട് ചെന്നാലും ഇവരെപ്പോഴും ഈ സംശയത്തിന് നേരിലായിരിക്കും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദുർഘടമായ ഒരു കാര്യമാണ് ജീവിതം മുന്നോട്ട്. താങ്ക് യു.